ചെമ്പന്തൊട്ടി പാലത്തിലൂടെയുള്ള ഗതാഗത സംവിധാനത്തിന് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ പാലം അപ്രോച്ച് റോഡുകൾ ഒഴുകിപ്പോയിരുന്നു. കൊക്കായിലും അപ്രോച്ച് റോഡ് പണി വീണ്ടും ആരംഭിച്ചു. കിഫ്ബി ഫണ്ടിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീകണ്ഠപുരം നടുവിൽ റോഡിൽ ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി യാത്ര ഏറെ ദുസ്സഹമായിരിക്കുകയാണ്. ചെമ്പന്തൊട്ടി ടൗണിനടുത്തായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാലത്തിന്റെ ബദൽ സംവിധാനം ശക്തമായ മഴയിൽ ഒലിച്ചുപോയതോടെ ചെമ്പന്തൊട്ടി ടൗണിലും പള്ളിയിലും ഒക്കെ എത്തിച്ചേരാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് പാലത്തിന് ഇക്കരെ ഭാഗത്തുള്ളവർ. ഇപ്പോൾ താൽക്കാലികമായി ടൗണിലും പള്ളിയിലും ഇവിടുത്തുകാർ പോകുന്നത് ഈ ഇരുമ്പ് ഏണി വഴിയാണ്. ഏറെ ദുസ്സഹമാണ് ഈ യാത്ര. സമാനമായ സ്ഥിതിയാണ് കൊക്കായി പ്രദേശത്തും. അവിടെയും സമാന്തര റോഡുകൾ ഒലിച്ചുപോയി. ഇവിടെ ഏറെ ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ. നാട്ടുകാർ മാസങ്ങൾക്ക് മുമ്പേ ശക്തമായ മഴവെള്ളത്തിൽ ഈ സമാന്തര റോഡുകൾ ഒലിച്ചുപോകുമെന്നത് കരാറുകാരുടെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആരും വകവച്ചില്ലെന്നും പരാതികൾ ഉണ്ട്. ഹലോ, ഞാൻ ഡോക്ടർ മനുകുമാർ. ഈ പാലത്തിന്റെ വിവാദമായ നമ്മുടെ ഈ റോഡും പാലവും സ്ഥിതി ചെയ്യുന്നതിന്റെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സമാന്തര റോഡ് ഉണ്ടാക്കിയതിന് ശേഷം സമാന്തര റോഡിന്റെ അടിയിൽ വളരെ ചെറിയ പൈപ്പുകളായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. വർഷകാലമാകുമ്പോൾ ഈ തോടിൽ ഭയങ്കരമായിട്ട് വെള്ളം വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ട്യൂബിൽ കൂടെ അല്ലെങ്കിൽ ചെറിയൊരു പൈപ്പിൽ കൂടെ വെള്ളം പോകാന്ന് പറഞ്ഞാൽ വളരെ സാഹസികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഈ കാര്യമായ വെള്ളം വരുന്ന സമയത്ത് ഇത് റോഡ് തൊട്ടി പോവുകയും പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ റോഡ് ഒലിച്ചു പോവുകയും പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, ഇതിപ്പം നമുക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതുകൊണ്ടുള്ള വിഷമം, ഇപ്പം അവിടെ ചെറിയൊരു ഗോവണി വെച്ചിട്ടാണ് ആൾക്കാർ അപ്പുറത്തേക്ക് കടന്നു പോകുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ജോലിക്കായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ടൗണിലേക്ക് പോകണമെങ്കിൽ പോലും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു വഴിയാണിത്. അപ്പോൾ ഇതിങ്ങനെ ബ്ലോക്കായി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവാണ്, കുട്ടികൾക്ക് കയറി പോകാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇതിപ്പോൾ ഇവിടുത്തെ പ്രാദേശിക ഭരണ വിഭാഗമുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കോൺട്രാക്ടർമാരുണ്ട്, മറ്റ് അധികാരികളൊക്കെ ഉണ്ട്. പക്ഷെ ആരും ഈ ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടായിട്ട് മാത്രമല്ല, ഈ പണി ആരംഭിച്ച സമയത്ത് തന്നെ ഈ സമീപവാസികൾ എല്ലാവരും പറഞ്ഞിരുന്നു, ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് പൊട്ടിപ്പോവും, ഇവിടെ അമിതമായിട്ട് വെള്ളം വരുന്നൊരു സ്ഥലമാണെന്ന് പറഞ്ഞിരുന്നു. അതൊന്നും അവർ ചെവിക്കൊള്ളാതെ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയുടെ പരിണിത ഫലമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. സാമൂഹ്യപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമം ഇപ്പം ഒറ്റപ്പെട്ടത് പോലൊരു അവസ്ഥയാണ്. കൊക്കായി എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഇതുപോലെ പൊട്ടി, ഈ വള്ളം ഇതും പൊട്ടി. ഇപ്പം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഡോക്ടറാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റാതെ ഇവിടെ നിൽക്കുകയാണ്. അതുപോലെ കുട്ടികൾക്ക് പുറത്ത് പോകാൻ പറ്റില്ല, വൈഫ് ജോലി ചെയ്താണ് പോകാൻ പറ്റില്ല. ഈ താൽക്കാലിക ഗോവണി കൂടെ കയറിയിട്ടാണ് അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നത്. അപ്പം ഇതിന്റെ പ്രവർത്തനം ഇപ്പോൾ കിഫ്ബിയുടെ ഫണ്ടിൽ പ്രകാരം ഉണ്ടാക്കിയ റോഡാണ്. ഇതിന് ആരെ കുറ്റപ്പെടുത്തുന്നത് സാധാരണക്കാരായ ഞങ്ങൾക്കറിയില്ല. ഇതിന്റെ പ്രവൃത്തി വളരെ വൈകിപ്പിച്ചു എന്നുള്ള പരാതികളാണുള്ളത്. പ്രാദേശിക ഭരണകൂടമുണ്ട്, MLA ഉൾപ്പെടുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ഈ കാര്യത്തിൽ നിരുത്തരവാദപരമായിട്ട് പെരുമാറിയെന്ന് തന്നെയാണ് നമുക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് പറയാനുള്ളത്. ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി നടുവൂർ റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. 2 പാലമാണ്, താൽക്കാലിക പാലമാണ് ഈ പെരുമഴയത്ത് ഒലിച്ചുപോയത്. പകര സംവിധാനങ്ങൾ ഒന്നും ഈ കമ്മിറ്റിക്കാരോ റോഡ് ഫണ്ടിൻ്റെ ആൾക്കാരോ ഗവൺമെൻറ്റിൻ്റെ വകുപ്പോ ഒന്നും ചെയ്തിട്ടില്ല. ടോപ്പിലായി റോഡിൽ കൂടെയാണ് ചെമ്പന്തൊട്ടിയിലൂടെ പോകുന്ന റോഡ് പോകുന്നത്. ആ റോഡിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. ഒരു ലോഡ് മിറ്റിൽ പോലും ഇടാനുള്ള ആ മനസ്സ് ഇവിടെ കാണിച്ചില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ഞങ്ങൾ നീന്തി പോകണോ, ചാടി കിടക്കണോ? അതിനൊരു അധികാരം നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ചെമ്പന്തൊട്ടി പാലം സ്ലാബിന്റെ കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ക്യൂറിംഗ് പീരീഡ് ഏതാനും ദിവസം കൂടി ഉള്ളതിനാൽ പ്രസ്തുത സമയത്തിനുള്ളിൽ ഗതാഗതം സ്ഥാപിക്കാൻ പാലവുമായി റോഡ് ബന്ധിപ്പിക്കുന്ന പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചെമ്പന്തൊട്ടി പുതിയ പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരുക്കത്തിലാണ് പണികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്.